guys, welcome back. It's me Needu. It's me Adarsh. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ബെല്ലീസ് അവന്യൂ ഫാഷൻ ഹബ് പുനലൂരിലാണ്. അതെ ഗൈസ്, ഞങ്ങളാണെങ്കിൽ ഇവിടെ ഒരു കൊളാബ് ഷൂട്ട് ഉണ്ടായിരുന്നു. സോ അതിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളോട് പറയുമെന്ന്. അതെ ഗൈസ്, നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ണിയുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് ക്യാമറമാൻ ഉണ്ണിയാണ് ഗൈസ്. ഇന്ന് കാണാനില്ല ഗൈസ്. സോ ഗൈസ്, ഞങ്ങൾ അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഈ ഷോപ്പിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നത്. നമ്മൾ കൊളാബ് വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും ഈ വ്ലോഗ് ഞങ്ങൾ ഇടുന്നത്. സോ ഗൈസ്, നമ്മൾ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മുടെ പുനലൂരിൽ തന്നെ ഒരു കുറെ ഷോപ്പുകളിലേക്ക് നമ്മൾ ഈ ഓണത്തിന് വിളിച്ചു. സോ ഗൈസ്, നിങ്ങളോട് നമ്മൾ എപ്പോഴും താങ്ക് യു സോ മച്ച് എപ്പോഴും പറയാറുണ്ട്. ബിക്കോസ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. സോ ഇനിയും ഗൈസ്, ഞങ്ങളെ തുടർന്നും ഇനിയും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. എന്നാലും ഞങ്ങൾക്ക് ഇനിയും വലിയ വലിയ ഇല്ലേ ഉയരങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുന്നത്. സോ ഗൈസ്, ഞങ്ങളപ്പോൾ ഇനി പോവാണ്. ഞങ്ങൾ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവൻ മൊട്ട അടിച്ചത് കൊണ്ടാണ് ഹെൽമെറ്റ് ഇട്ടേക്കുന്നത്. അവന്റെ തല കാണിക്കാത്ത മൊട്ട അടിച്ചത് കൊണ്ടാണ്. നീതുദേ ഇവിടെ നിന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്നറിയാമോ, ഞാൻ കുറേ മാലയും വളയൊക്കെ സന്തോഷം. ഓക്കെ അല്ലേ ഉണ്ണി? സെറ്റ് അല്ലേ? കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? സോ ബൈ 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 ബൈ. സോ ഗൈസ്, ഞങ്ങൾ പോവാട്ടോ. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, നീ വാ, വീട്ടിൽ വാ. ഉണ്ണി നേരെ വീട്ടിലോട്ട് വരാന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. സോ ഗൈസ്, ഇവിടെ വൻ സീനാണ്. നമ്മുടെ പോലീസുകാരൊക്കെ പോയി. ഓ മൈ ഗോഡ്, പോലീസുകാർ ചുമ്മാ വന്നേ. നീതു ആണെങ്കിൽ വീട്ടിലേക്ക് കുറച്ച് മീനൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് കട കണ്ടപ്പോൾ 1 കിലോ 1/2 കിലോ എത്ര മീനാ? അയിലയാണ് മേടിക്കുന്നത്. അയില പേരറിയത്തില്ലത്. മീൻ കട കയറിയിട്ട് മീൻ മേടിക്കാൻ നേരുന്നത് ഇത് പറയാൻ ഇതിന് മീനിന്റെ പേരറിയത്തില്ല. കണ്ടപ്പം കാണാൻ ലുക്കുള്ള മീൻ നോക്കിയിട്ട് നീ ഇതൊരു മീൻ മേടിച്ചാണ്. ഇത് മീൻ മേടിക്കാൻ നിൽക്കുന്നത്. ഞങ്ങളെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇന്ന് സാധാരണ കണ്ണനാണ് ഞങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്നത്. ഇന്ന് കണ്ണൻ വരാത്തത് കൊണ്ടാണ് നമ്മൾ ഉണ്ണിയെ വിളിച്ചത്. ഉണ്ണിയുടെ തല മുട്ട അടിച്ചുകൊണ്ട് ഉണ്ണിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും ഉണ്ണിയാണ് ഗൈസ്. എനിക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ എന്നെ നോക്കി ഹായ് കാണിച്ചിട്ട് പോയി ഗൈസ്. നീതുവാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കടയിലേക്ക് കയറി പോകുന്നു. അപ്പൊ ഗൈസ്, ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ചുകൂടെ വീഡിയോസ് എടുക്കാം ഉണ്ടായിരുന്നു. അതല്ല, നമ്മുടെ ഡെയിലി വ്ളോഗിന് എന്നും നമ്മുടെ പിള്ളേരൊക്കെ ചോദിക്കുകയാണ് ഗൈസ്. ഡെയിലി ഒരാൾ ഇട്ടേക്കുന്നു മോണിറ്റൈസേഷൻ ആയിട്ട് വീഡിയോ കാണിക്കട്ടെ ഒരു ഇടണേന്ന് പറഞ്ഞു. വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് ഉണ്ണി ചോദിക്കാണ് ഗൈസ്, വീട്ടിലോട്ട് പോവാണോ, എങ്ങോട്ട് പോവാന്ന് ചോദിക്കാൻ പറഞ്ഞു. പിന്നെ മോണിറ്റൈസേഷൻ ആയിട്ട് വീഡിയോ ഇടാനായിട്ട് മോണിറ്റൈസേഷൻ ആയതിനെ പറ്റി ഒരു വീഡിയോ എങ്ങനെ ആയി, എപ്പോ എല്ലാരും ഇങ്ങനെ അറിയാം. നമ്മളും കുറെ പേരെ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ. ഇപ്പോഴും നമുക്ക് ഫുള്ളൊന്നും അറിയത്തില്ല. അപ്പൊ ഇടാമേ നമ്മളുടെ ഇത് അനുഭവം നമ്മൾ പറയാം കേട്ടോ. ഒരു വീഡിയോ ആയിട്ട് മോണിറ്റൈസേഷന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ അറിയത്തില്ലെങ്കിലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതെ അതെ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതെ, മോണിറ്റൈസേഷന് വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഞങ്ങൾക്കെല്ലാം സഡൻ ആയിരുന്നു. ഒരു 3 മാസം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത്ര നേരം വെട്ടോ ഇല്ലായിരുന്നായിരിക്കുമല്ലോ. പിന്നെ എന്തിനൊന്നുകൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അല്ല, കുഴപ്പമില്ല കണ്ടിന്യൂ ഗൈസ്. നമ്മള് ഇതിനകത്ത് ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ നെക്സ്റ്റ് കൊളാബ് ചെയ്യാൻ പോകുന്ന കടയാണ്. കടയുടെ പേര് നമ്മൾ ഇപ്പം പറഞ്ഞത് ഗൈസ്. ഞങ്ങൾ ചെയ്ത് ചിലപ്പോൾ ഇടാൻ പറ്റുമോന്ന് അറിയത്തില്ല. കാരണം ഈ ഡേയ്സ് 2 ഡേയ്സ് 3 ഡേയ്സേ ഉള്ളൂ. സോ ഗൈസ്, നമ്മൾ ഇനിയും ചെയ്യും. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് കടകളിലേക്ക് വിളിച്ചേക്കും ഞങ്ങളല്ലേ. ഭയങ്കര സന്തോഷം കേട്ടോ. പുനലൂരുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് സത്യസന്ധമായിട്ട് പറയാൻ നമ്മള് ഇതല്ല, ഒരു സന്തോഷം കൊണ്ട് നമുക്ക് വയ്യ ഗൈസ്. പേയ്മെന്റിന്റെ കാര്യങ്ങളൊന്നും പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട. ഞങ്ങളും അതൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇത്ര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോപ്പും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോ നമ്മൾ എനിക്ക് പ്രാന്തിളകി. എനിക്ക് മാലയും കമ്മലും ഒക്കെ ഇട്ട് നോക്കിട്ട് ഇവ അവസാനം പറഞ്ഞ് നിർത്തായി. കാരണം നമ്മള് വീഡിയോ ചെയ്യാൻ ചെന്നയാണ്. നീതു മറന്നുപോയി. നീതു ആണെങ്കിൽ അവിടെ നിന്നുള്ള ഓർണമെന്റ്സ് എല്ലാം എടുത്ത് ഇടുക. ഇട്ടിട്ട് മാറി
മാറി മാറി ഇടുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കൊച്ചൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി കാണിക്കാൻ. ഇന്നത്തെ വീഡിയോ നമ്മള് വോയിസ് ഓവർ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് നമ്മൾ എടുത്തോളൂ, എല്ലാം അല്ലെങ്കിൽ അവിടെ വെച്ച് വോയിസ് എടുത്തോളൂ, അല്ലാതെ എല്ലാം വോയിസ് ഓവർ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പിലാണ് അഫോർഡബിൾ റേറ്റ് ഇത്രയും ഒരു റേറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മള് മിക്ക കടകളിലും നിരങ്ങുന്നതല്ലേ, എന്നും കയറി നിരങ്ങുന്നത്. ഇതാണ് നമ്മുടെ പുനലൂരിന്റെ സ്മാർട്ട് ബസാർ. ഈ സ്മാർട്ട് ബസാറിൽ പോയി ഞങ്ങൾ ഓണം പർച്ചേസ് ചെയ്തു. ഓണം പർച്ചേസ് വീഡിയോ സത്യത്തിൽ ഇപ്പം മിസ് ചെയ്യുന്ന കേട്ടോ. ഓണം പർച്ചേസ് വീഡിയോ ഇടണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ ഒരുപാട് സാധനം ഞാനും നീതൂടെ പോയി പർച്ചേസ് ചെയ്തു. പക്ഷെ ഇനിയുണ്ട് നെക്സ്റ്റ് ഘട്ടം പർച്ചേസ് വീഡിയോ ഞങ്ങൾ എടുക്കാം ഉറപ്പായിട്ടും. ഈ തുണി എടുക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓണം ഇങ്ങനെ എത്തി ഗൈസ്. ഡെയിലി വ്ളോഗിന്റെ പാർട്ട് അല്ല, നമുക്ക് ഇന്ന് ഡെയിലി വ്ളോഗ് ഇടാൻ കുഴപ്പമില്ല. മറ്റേവരുടെ കൊളാബ് നമുക്ക് നാളെ ഇടും. നമ്മൾ ഇന്ന് ഡെയിലി വ്ളോഗ് ഇടാം. ഞങ്ങൾ ഇന്ന് ഡെയിലി വ്ളോഗ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇന്നലെ ഇട്ട് ഇന്ന് ഇനി പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡേയ്സിലെല്ലാം ഡെയിലി വ്ളോഗുകൾ നമ്മൾ അങ്ങോട്ട് ചെയ്തു തരും ഗൈസ്. ഓണത്തിന്റെ തിരക്കുകളായി തുടങ്ങി. ഓണത്തിന്റെ തിരക്കായി കേട്ടോ. തുണിക്കടകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കുഞ്ഞു കടകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഈ കുഞ്ഞു കുഞ്ഞു കടകൾ ഓണത്തോടനുബന്ധിച്ച് ചേർത്തില്ല? ഓണത്തിന്റെ ഓണക്കടകൾ, ഓണക്കച്ചവടങ്ങൾ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? അത് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ല, അത് നമുക്ക് ആവശ്യമുള്ള ഇല്ല. നമ്മളൊന്നും മേടിച്ചിട്ടില്ല വീട്ടിൽ, ഒന്നും വാങ്ങണല്ല. എന്ത് മേടിക്കണ്ടേ? നമുക്ക് ദൈവനെ കൊണ്ടൊന്ന് വരണം. ദേവുനെ കൊണ്ടൊന്ന് വരണം, പുറത്തോട്ട് വരണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ദേവുന് സ്കൂൾ അടച്ചു കേസ്. ദേവുന് പഠിക്കണ്ട. ഇന്ന് മുതൽ വന്നത് ഒരുങ്ങി നിക്കണേ. ദേവുന് ഡ്രസ്സ് കൊടുത്തില്ലായിരുന്നു. അപ്പൊ ദേവു ചിലപ്പോ 2 ദിവസം കഴിയുമ്പോൾ അപ്പേരെ. ഇതാണ് ഞങ്ങളുടെ പുനലൂരിലെ ചന്ത മാർക്കറ്റ്. പുനലൂരിലെ മാർക്കറ്റ് നമ്മൾ ഇന്നലെ കാണിച്ചു കൊടുത്തു. പുനലൂരിന്റെ സ്വന്തം മാർക്കറ്റ്. പുനലൂരിന്റെ സ്വന്തം മാർക്കറ്റ് നല്ല റഷായി കേട്ടോ. ഓണത്തിന് മുമ്പേ നല്ല പകലൊന്നും റഷ് ഇല്ല കേട്ടോ. ഈ രാത്രി സമയത്ത് ഒരു 5 മണി നമ്മൾ ഇന്ന് മീൻ വാങ്ങുന്ന ഈ കടയിൽ കേട്ടോ. നമ്മളിന്ന് വേറെ കടയിൽ നിന്നാണ് മീൻ വാങ്ങിയത്. വോയിസ് വല്ല ബ്രേക്ക് ഉണ്ടോ എന്തുവാണെന്ന് അറിയത്തില്ല. നമ്മള് ചുമ്മാ അടുത്തങ്ങ് പോവാണ്. ഇങ്ങനെ തിരിച്ചു പിടിച്ച ആ കണ്ണാടിക്കകത്ത് എനിക്ക് നമ്മുടെ ഇത് കാണാൻ പറ്റും. അതിനകത്ത് ജസ്റ്റ് നോക്കി കാണാം. ഇല്ല, എനിക്ക് കാണത്തില്ല അതിനകത്ത്. പക്ഷെ നിനക്ക് അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു. അത് കാണാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ സന്തോഷത്തിന്റെ നാളുകളാണ്. ഈ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഒക്കെ പൊന്നോണം വരുവാണ്. സോ ഞങ്ങളുടെയും ഹാപ്പി ഓണമാണിത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഹാപ്പി ഓണം ആർക്കും പറഞ്ഞില്ല. അത് ഞങ്ങൾ നല്ല ഓണക്കോടിയൊക്കെ ഇട്ട് വീഡിയോ ഫോട്ടോഷൂട്ടിന് പോകുമ്പോ നമ്മൾ ചിലപ്പോ ഇന്ന് ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാൻ ഇന്ന് വരും. എല്ലാം ഷടപടന്നായിരിക്കും. ഫോട്ടോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാരും കൂടെ അല്ല ഇടണം. ഇത്തവണ എന്തായാലും നമ്മൾ ഓണത്തിന് ഓണക്കോടി എല്ലാവർക്കും സെറ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോഷൂട്ട് ഉണ്ട്. ഈ ആഴ്ച ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ ഇടും. അപ്പൊ അതിന്റെ വീഡിയോ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോ ഉണ്ട്. അതിന്റെ പർച്ചേസ് തൊട്ട വീഡിയോ അല്ലേ? പർച്ചേസ് ഇന്ന് തന്നെ കാണും കേട്ടോ. അതെ, പർച്ചേസ് അത് തയ്ക്കാൻ കൊടുക്കുന്നത് എല്ലാം അല്ലേ? എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വീഡിയോ ഇടാം. നമ്മളെ പിള്ളേരെല്ലാം പറയണം എന്താ അതിന്റെ വീഡിയോ ഇടാത്ത. ഞാനേ ഒരു പേര് പറഞ്ഞു കൊടുത്തു. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞിടാം. ഈ അമ്മു, നമ്മുടെ പഴയ അമ്മൂനെ നീ മറന്നുപോയോ? പഴയ അമ്മു, ഈ അമ്മു അല്ല, പഴയ അമ്മു ഇല്ലേ? നമുക്ക് ഫസ്റ്റ് തൊട്ടേ വരുന്ന അമ്മു. ഞാൻ ഓർത്തു കേട്ടോ. അവളുടെ പേര് നമ്മൾ പറഞ്ഞില്ല, മനസ്സിലായില്ലേ? 2 അമ്മ വന്നോണ്ടേ ആരെ നമ്മള് മറക്കുകയോ ഒഴിവാക്കുകയോ കേട്ടോ. പിടകല്ലേ പിടകല്ലേ കേട്ടോ. സോ ഞങ്ങളത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. വീട്ടിൽ ഇനി എന്തുവായെന്ന് അറിയില്ല ഗൈസ്. വീട്ടിലെ സിറ്റുവേഷൻ വീട്ടിലോട്ട് പോയിട്ട് കണ്ട് എനിക്ക് കണ്ണുകൾ ഈ ക്യാമറയ്ക്കുള്ളിൽ പതിപ്പിക്കാൻ പറ്റുന്നില്ല. അതെന്റെ കുറ്റമല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം കടകൾ തോറും കണ്ണുകൾ എങ്ങോട്ട് പോണം എങ്ങോട്ട് പോണം അറിയാതെ. അതുകൊണ്ട് നീ വാങ്ങുന്നതായിരിക്കും നീതുവിനെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സത്യം ഞാൻ ഇങ്ങനെ ക്യാമറ എല്ലാം നോക്കാം. സീരിയസ്ലി എന്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. പ്രത്യേകിച്ച് തുണിക്കടയിലെ ഫാൻസി വരുമ്പോഴത്തേക്ക് പിന്നെ എന്നെ നോക്കണ്ട. ഇവൻ പറയുന്ന പോലെ ഞാൻ ചില സമയത്ത് ശ്രദ്ധിക്കാറേ ഇല്ല. എന്ത് പറയുന്ന പോലും എനിക്കറിയില്ല. സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്താലോ? വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ ബാക്കിയൊക്കെ പിന്നെ ഓരോന്നായിട്ട് നമുക്ക് ഇടാം. ഓക്കേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ കൊളാബ് ഷൂട്ടാണ്. അതിന് വേണ്ടിട്ട് വന്നതാണ്. ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങി. സത്യത്തിൽ നേരത്തെ വരണ്ടായിരുന്നു അല്ലേ? സമയമില്ലല്ലോ. ഇവള് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നെങ്കിൽ അതും കൂടെ ചേർത്ത് അത് വേറെ ആയിട്ട് ഡ്രസ് എടുക്കാൻ പോകുന്ന വേറെ ഇടാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാൻ മാറി. അതെ ഗൈസ്, ഞങ്ങൾക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ ആദർ. ബൈ ബൈ.